ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു കൊച്ചു പ്രാർത്ഥന പറഞ്ഞു തരാം. ഉദ്ദിഷ്ട കാര്യസാധ്യത്തിനു വേണ്ടിയുള്ള ഉണ്ണീശോയോടുള്ള പ്രാർത്ഥനയാണിത്. ഉണ്ണീശോയുടെ പല പ്രാർത്ഥനകളും നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു പ്രാർത്ഥനയാണിത്. പ്രേഗിലെ ഉണ്ണീശോയുടെ രൂപത്തിന് വർഷങ്ങൾ നീണ്ട ചരിത്രമുണ്ട്. കർമ്മലീത്ത വൈദികനായ ധന്യൻ സിറിലിനാണ് ഈ രൂപം കണ്ടുകിട്ടിയത്. 1637 ഇത്. നശിപ്പിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ ഉണ്ണീശോയുടെ രൂപം ഇദ്ദേഹമാണ് ഇന്ന് കാണുന്ന രീതിയിൽ പുനഃപ്രതിഷ്ഠിച്ചതെന്നാണ് വിശ്വാസം. മാതാവ് ഇദ്ദേഹത്തിന് ഒരു ദർശനത്തിൽ പ്രത്യക്ഷപ്പെട്ട് ഉണ്ണീശോയോടുള്ള അത്ഭുതകരമായ ഒരു പ്രാർത്ഥന നൽകുകയും ചെയ്തു. ഈ പ്രാർത്ഥന ചൊല്ലിയാൽ ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിച്ചു കിട്ടുമെന്നാണ് പരമ്പരാഗതമായ വിശ്വാസം. നിയോഗം സമർപ്പിച്ച് 9 ദിവസമോ അല്ലെങ്കിൽ 25 ദിവസമോ ഒക്കെ നിങ്ങൾക്ക് ഈ കൊച്ചു പ്രാർത്ഥന ചൊല്ലാവുന്നതാണ്. ഓ എൻ്റെ പ്രിയപ്പെട്ട ഉണ്ണീശോയെ, പരിശുദ്ധ കന്യകാമറിയത്തിലൂടെ ഞാൻ അങ്ങയെ വണങ്ങുന്നു. എൻ്റെ ആവശ്യങ്ങളിൽ എന്നെ സഹായിക്കുന്നവനായ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു. അവിടുത്തെ ദൈവീകമായ മഹത്വത്തിൽ ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. അവിടുത്തെ ദൈവിക ചൈതന്യം എനിക്ക് ലഭിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടി ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. എൻ്റെ പാപങ്ങളെ പ്രതി ഞാൻ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. എൻ്റെ പാപപ്രവണതകളെ അതിജീവിക്കാനുള്ള കരുത്ത് എനിക്ക് നൽകണമേ. അങ്ങയെ എന്നും സേവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഓ ദിവ്യ പൈതലേ, ഞാൻ എന്നെപ്പോലെ തന്നെ എൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കും. എൻ്റെ ആവശ്യങ്ങളിൽ എന്നെ സഹായിക്കണമേ. അങ്ങയുടെ അമ്മയായ പരിശുദ്ധ മറിയത്തോടും വളർത്തുപിതാവായ വിശുദ്ധ ജോസഫിനോടും സകല മാലാഖമാരോടും വിശുദ്ധരോടും കൂടി ഞാൻ അങ്ങയെ ആരാധിക്കുന്നു. ആമേൻ. ഇനി ഉണ്ണീശോയുടെ മറ്റൊരു കൊച്ചു പ്രാർത്ഥന കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇത് നമുക്കെല്ലാവർക്കും കാണാതെ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഉരുവിട്ട് പ്രാർത്ഥിക്കാവുന്ന, നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു പ്രാർത്ഥനയാണ്. വചനമാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. ഈ പ്രാർത്ഥന ദിവസവും 24 പ്രാവശ്യം നിങ്ങൾ ചൊല്ലണം. മംഗളവാർത്ത തിരുനാൾ ദിവസം നമ്മുടെ കർത്താവ് ഈശോ മിശിഹ വിശുദ്ധ മാർഗ്രറ്റ് മേരി അലക്കോക്കിന് പ്രത്യക്ഷപ്പെട്ട് ഈ പ്രാർത്ഥന ഭക്തിപൂർവം ചൊല്ലുന്നവർക്ക് അവരുടെ മരണസമയത്ത് സഭയുടെ അന്ത്യകൂദാശകൾ സ്വീകരിച്ച് നല്ല മരണം പ്രാപിക്കുന്നതിനുള്ള കൃപ ലഭിക്കുന്നതാണെന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞു പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട്. ഇത്രയേ ഉള്ളൂ. വചനമാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു ദിവസവും 24 പ്രാവശ്യം ചൊല്ലുക. ഇനി മൂന്നാമതായിട്ട് ഉണ്ണീശോയോടുള്ള ഒരു അത്ഭുത നൊവേനയുണ്ട്. അത് നിങ്ങളിലേറെ പേർക്കും അറിയാവുന്നതായിരിക്കാം. ഈ പ്രാർത്ഥന മുമ്പ് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുള്ളതാണ്. അത് പ്രാർത്ഥിച്ച് ഒരുപാട് പേർക്ക് അനുഗ്രഹം ലഭിച്ചതായി സാക്ഷ്യപ്പെടുത്തിയ കമൻറ്റുകൾ ഞാൻ വായിച്ചു. ഇനിയും വായിച്ചു തീരാത്ത സാക്ഷ്യങ്ങളുണ്ട്. അത്രയേറെ അനുഗ്രഹങ്ങളാണ് ഈ ഉണ്ണീശോ നൊവേനയിലൂടെ ജനങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. ആർക്കെങ്കിലും ഈ അത്ഭുത നൊവേനയെക്കുറിച്ച് അറിയില്ലെങ്കിൽ അതുകൂടി ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താം. നൊവേന. ചോദിപ്പിൻ തരപ്പെടും, അന്വേഷിപ്പിൻ കണ്ടെത്തും, മുട്ടുവിൻ തുറക്കപ്പെടുമെന്നരുളി ചെയ്ത ഈശോയെ, എൻ്റെ അപേക്ഷ സാധിക്കുന്നതിനു വേണ്ടി അങ്ങ് ഏറ്റവും പരിശുദ്ധ ജനനിയായ മറിയത്തിൻ്റെ മാധ്യസ്ഥ്യം വഴിയായി ഞാനിതാ മുട്ടുകയും അന്വേഷിക്കുകയും ചോദിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ ആവശ്യം മൗനമായി സമർപ്പിക്കുക. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരേണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടിയ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സുസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴെപ്പോഴും എന്നേക്കും. ആമേൻ.
എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെല്ലാം ഏറ്റവും പരിശുദ്ധ ജനനിയായ മറിയത്തിൻ്റെ മാധ്യസ്ഥ്യം വഴിയായി പ്രദാനം ചെയ്യുമെന്നരുളി ചെയ്ത ഈശോ, എൻ്റെ അപേക്ഷ സാധിച്ചു തരണമെന്ന് അങ്ങയുടെ തിരുനാമത്തിൽ അവിടുത്തെ പിതാവിനോട് എളിമയോടെ ഞാൻ അപേക്ഷിക്കുന്നു. ആവശ്യം സമർപ്പിക്കുക. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരയണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ടിയ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സുസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആകാശവും ഭൂമിയും കടന്നു പോകും, എൻ്റെ വാക്കുകളോ കടന്നു പോകുകയില്ല എന്നരുളി ചെയ്ത ഈശോയെ, അങ്ങ് ഏറ്റവും പരിശുദ്ധ ജനനിയായ മറിയത്തിൻ്റെ മാധ്യസ്ഥ്യം വഴിയായി എൻ്റെ പ്രാർത്ഥന സാധിക്കുമെന്ന് എനിക്കുറപ്പായ വിശ്വാസമുണ്ട്. നിയോഗം സമർപ്പിക്കുക. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരയണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ടിയ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സുസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രാർത്ഥിക്കാം. ഓ അത്ഭുത പ്രവർത്തകനായ ഉണ്ണീശോയെ, അസ്വസ്ഥമായിരിക്കുന്ന ഞങ്ങളുടെ ഹൃദയങ്ങളെ ദയാപൂർവം തൃക്കൺ പാർക്കണമെന്ന് അങ്ങേ തിരുസ്വരൂപത്തിന് മുമ്പാകെ സാഷ്ടാംഗ പ്രണാമം ചെയ്തുകൊണ്ട് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. അനുകമ്പ നിറഞ്ഞ അവിടുത്തെ മൃദുല ഹൃദയം ഞങ്ങളുടെ പ്രാർത്ഥനയാൽ തരളിതമായി ഞങ്ങൾ സാധ്യപ്പെട്ട് അപേക്ഷിക്കുന്ന ഈ നന്മ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. ദുർഭരമായ എല്ലാ ക്ലേശങ്ങളും നൈരാശ്യങ്ങളും എല്ലാ പരീക്ഷകളും ദുർഭാഗ്യങ്ങളും ഞങ്ങളിൽ നിന്ന് അകറ്റിക്കളയണമേ. അങ്ങേ ദിവ്യശൈശവത്തെ പ്രതി ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങൾക്ക് സമാധാനവും സഹായവും നൽകണമേ. പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും കൂടി ഞങ്ങൾ അങ്ങയെ എന്നെന്നും വാഴ്ത്തി സ്തുതിക്കുമാറാകണമേ. ആമേൻ. ഓ മനോഹരനായ ഈശോയെ, ഞങ്ങളെ വീണ്ടും രക്ഷിക്കുന്നതിനായി അവിടുന്ന് സഹിച്ച എല്ലാ പാടുപീടുകൾക്കും എളിമയോടെ അങ്ങയുടെ തൃപ്പാദത്തിങ്കൽ മുട്ടുകുത്തി അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു. സ്വർഗത്തിലെ ദൈവദൂതന്മാരോടും വിശുദ്ധരോടും ഒന്നിച്ച് ഞങ്ങൾ അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുകയും ആരാധിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു. അങ്ങയെ അറിയാത്തവർക്ക് വേണ്ടിയും അങ്ങയെ വിസ്മരിച്ച് ജീവിക്കുന്നവർക്ക് വേണ്ടിയും ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. ഞങ്ങളെ പ്രതിയുള്ള സ്നേഹത്താൽ ലോകത്തിലുള്ള എല്ലാ സക്രാരികളിലും ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന അങ്ങയെ ഞങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്നു. അങ്ങ് മാത്രമാണ് എൻ്റെ ദൈവവും സഹായിയും സംരക്ഷകനുമെന്ന് എനിക്കുറച്ച ബോധ്യമുണ്ട്. അക്കാര്യം ഉച്ചൈസ്ഥിരം എവിടെയും പ്രഖ്യാപിക്കുവാൻ ഞാൻ മടിക്കുകയില്ല. ഈ തിരുസ്വരൂപം വഴി അങ്ങുന്ന് നൽകിക്കൊണ്ടിരിക്കുന്ന പരസ്നേഹ വിചാരങ്ങളെയും അത്ഭുത സിദ്ധികളെയും കുറിച്ച് എന്നും ഞാൻ പ്രകീർത്തിക്കുന്നുണ്ട്. അവിടുത്തെ മനോഹര ദിവ്യജനനിയും വിശുദ്ധ യൗസേപ്പും ബത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ അവിടുത്തെ ആരാധിച്ചു കൊണ്ടിരുന്നപ്പോൾ അവരുടെ ഹൃദയങ്ങളിൽ നിറഞ്ഞിരുന്ന സ്നേഹവും സമാധാനവും ഞങ്ങളിലും ഇറങ്ങുകയും എല്ലാ കാലത്തും എല്ലാ ജാതികളിലും വാഴുകയും ചെയ്യുമാറാകണമേ. ദൈവമായ പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും കൂടി എന്നെന്നും ജീവിക്കുന്നവനും വാഴുന്നവനുമായ ഈശോയെ. ആമേൻ.